that joy anywhere else? Do you have that attitude when you come to church? Do you feel that joy when you come to church? That is how our attitude should be. First of all, I kindly apologize to all the youngsters here while I switched to Malayalam, because as you all know, because I was born and brought up in Kerala, I am more confident. I can share the thoughts in Malayalam better, but I would request all of you to pray for me so that next time, if God gives me another opportunity, I would like to stand here and preach in English. Amen. And that is a prophecy to myself that I'm doing here today. How many of you can say amen to that? Hallelujah. Amen. Praise the Lord. ദൈവം തന്ന ഈ വലിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനൊന്നും എനിക്ക് അർഹതയോ യോഗ്യതയോ എൻ്റെ കണ്ണുകളിൽ പോലും തോന്നിയിട്ടില്ലെങ്കിലും സ്വർഗം എന്നെ ഇതിന് അർഹയായി കണ്ടതിനായി ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. ഇങ്ങനെ എനിക്ക് അവർ ഒരു അവസരം തന്ന പാസ്റ്റർ സജാൻ ഫേബ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കാരണം ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചനമായി നിന്നത് എനിക്ക് തോന്നുന്നു more than 4 years ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിന്നിട്ടില്ല ദൈവവചനവുമായിട്ട്. ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചനം പറയുകയും ദൈവത്തിൻ്റെ നാമം ഉയർത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനം ഷെയർ ചെയ്യാറുണ്ട്, ബൈബിള് നന്നായിട്ട് പ്രസംഗിക്കുന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അന്നൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലാഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആ ഒരു ജീവൻ എന്നിൽ വ്യാപരിക്കുന്നത് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വചനം പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അത് എന്നിൽ പോലും പ്രവർത്തിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ദൈവവചനം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഇന്ന് എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ ജീവൻ നിങ്ങളിലേക്കും വ്യാപരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. Praise the Lord. Hallelujah. ഇന്നത്തെ മെസ്സേജിൽ നിങ്ങൾ സാധാരണ പോലെ എക്സ്പെക്ട് ചെയ്യല്ല ഒരു വചനം എടുത്ത് ഞാൻ ശുശ്രൂഷിച്ച് അതിൻ്റെ മർമ്മങ്ങൾ പറയാൻ. അതല്ല ദൈവം എന്നെ ഇന്ന് എന്നിൽ നിന്ന് ഉദ്ദേശിച്ചൊരു കാര്യം. പക്ഷേ നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ, ഒരാളൊരു വചനം എത്രത്തോളം ഷെയർ ചെയ്താലും ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വരെ ആ വചനത്തിൽ ഒരു ജീവൻ വ്യാപരിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന വചനം അതെന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു എന്ന് പറഞ്ഞ വചനം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങളോട് എൻ്റെ കുറച്ച് സാക്ഷ്യങ്ങൾ, ഈ കഴിഞ്ഞ 4-5 മാസം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചില അനുഭവങ്ങൾ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മിറക്കിൾസ്, അത് ദൈവസന്നിധിയിൽ പറയാൻ ഞാൻ കുറേ കാലമായി അതിനുവേണ്ടി ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തരുന്നത്. സോ ഇത് ഇന്നത്തെ ഈ സ്റ്റേജിനേക്കാൾ അതിൽ ഏറ്റവും ഉത്തമമായ ഒരു അവസരം ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം, ഏകദേശം 1 വർഷം മുന്നെയാണ് ഈ സഭയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നത്. ഞങ്ങൾ വളരെ നിർബന്ധിച്ചുകൊണ്ട്, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ജസ്ലിൻ ജൂഡത്തും ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ച് സഭയിൽ കൊണ്ടുവരുമ്പോൾ പകുതി മനസ്സോടെ ഞങ്ങൾ രണ്ടുപേരും അന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. കാരണം അത്രത്തോളം ഞങ്ങളുടെ ലൈഫ് ബാക്ക്വേർഡായി പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ സഭയിലേക്ക് ഞങ്ങളെ അന്ന് കൊണ്ടുവന്നു. അന്ന് ഞങ്ങളുടെ ലൈഫിൽ സെക്യുലർലി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫിൽ നടക്കാൻ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചത്. എനിക്ക് ദൈവം നല്ല NHS ജോലി തന്നു. അച്ഛന വർക്ക് ചെയ്ത സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു നല്ല ജോലി ദൈവം കൊടുത്തു. അർഹിക്കാത്ത പൊസിഷൻസും അർഹിക്കാത്ത കാര്യങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് ജീവിതത്തിലൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പനാണ്. ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ല, പക്ഷേ ഇതൊക്കെ സ്വർഗത്തിലെ അപ്പന്റെ പ്രവൃത്തിയാണ്. ഞങ്ങൾ മറന്ന് കുറച്ചു കാലം ജീവിക്കുമ്പോഴാണ് ഈ സഭയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ എല്ലാം അനുഗ്രഹമായിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹ്യൂമൻ പ്ലാനിങ്സ് ഉണ്ട്. നമ്മൾ ദൈവവചനം പറയുന്നുണ്ട്, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്ലാനിങ് ഇല്ല. എനിക്ക് ജോലി വേണമെന്ന് ഞാൻ വിചാരിച്ചു, ജോലി കിട്ടി. അച്ഛന് ജോലിയുണ്ട്, ജോലി കിട്ടി. ഉടനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. 6 months കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ലൈഫിൽ ദൈവം നമുക്കൊരു തലമുറ തരണം. ഓക്കെ,
പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരുന്നു. ഞാൻ വാസ്തവമായ ദിവസത്തിൽ പറയുക, വളരെ കുറവായിരുന്നു. പക്ഷേ ഹ്യൂമൻ പ്ലാനിങ് ആണ്, എല്ലാം പ്ലാനിങ് ആണ്. ഓക്കെ, നാട്ടിൽ പോകണം, ഒത്തിരി വർഷമായി, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, നമുക്ക് നാട്ടിൽ പോകാം. നവംബർ മാസം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി. ആ കടന്നുപോയ സാഹചര്യത്തിൽ ഞങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായി. നാട്ടിൽ കടന്നു ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് വലിയൊരു ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ലൈഫിലുണ്ടായി. ഞങ്ങൾ ആരാധനയ്ക്ക് ചർച്ചയിൽ പോയ സമയത്ത് പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കർത്തൃദാസി, ഞാൻ കർത്തൃദാസിയെ വളരെയധികം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസിയാണ്. പക്ഷേ അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ആ കർത്തൃദാസി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, അവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാണ്, അവന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നത്? നീ ഇത്രയും മണ്ണൊക്കെ വെച്ചിരിക്കുക, നിന്റെ ആരോഗ്യം അത്ര നല്ലതല്ല, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ഹന്നേനെ പെരീന ചെറുതായിട്ട് കുത്തിയ പോലെ എൻ്റെ ലൈഫിൽ ഒരു കുത്തലുണ്ടായി. 2-3 ദിവസത്തേക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് നീറ് വന്നു ഭയങ്കരമായിട്ട്. എനിക്ക് രാത്രി ഉറക്കമില്ല. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കിതിന് ഇത്ര ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ തകർന്നു പോയി. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാനിങ്ങനെ മൂവ് ചെയ്തു. അന്ന് എനിക്ക് സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. എനിക്കിത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, പ്രാർത്ഥിക്കണം, നമുക്കിനി പ്രാർത്ഥിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല. ഞങ്ങൾ ഡിസംബർ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര ശക്തമായിട്ട് രാവിലെ വൈകുന്നേരവും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ദിവസത്തിൽ എന്നും രാവിലെ അച്ഛൻ്റെ വയറ്റിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജനുവരി മാസമായി. ഡിസംബർ 31 ഞാൻ ഈ ദേവസഭയിൽ കടന്നു വന്നിട്ട് കഴിഞ്ഞ ദിവസത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അടുത്ത ന്യൂ ഇയറിന് മുന്നേ നീ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം, നീ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണം. ജനുവരി മാസം ഉണ്ടായി. ഞാൻ ആ ന്യൂ ഇയറിന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ മക്ലനിൽ ഒരു കടയിൽ പോയിട്ട് ഒരു ഉടുപ്പ് മേടിച്ചു. വിശ്വാസത്താൽ ഒരു ഉടുപ്പ് മേടിച്ചു വെച്ചിട്ട് എന്ന് ഞാൻ അത് വെച്ചിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, നീ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. ഫെബ്രുവരി മാസം ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ ഒരു സ്കാനിങ് സെന്ററിൽ പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കാനിങ് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ മൊബൈലിലൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം അന്ന് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ റിപ്പോർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, കാരണം ഈ റിപ്പോർട്ട് വെച്ചിട്ട് വേണം എനിക്ക് ദൈവസനത്തിന് സാക്ഷ്യം പറയാം. ആ സ്കാനിങ് റിപ്പോർട്ടിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ 2 ഓവറീസും ഫുള്ളി സിസ്റ്റിക് ആയിരുന്നു, 2ഉം ഭയങ്കര സ്വോളനായിരുന്നു. അത് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവത്തില്ല, നിങ്ങൾ നാട്ടിൽ വരണം, ഒരു 3 months ട്രീറ്റ്മെന്റ് വേണം, എത്രയും വേണം നാട്ടിലേക്ക് വരണം. അപ്പോൾ അച്ഛൻ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ദൈവം അതിനെ ഇടവരുത്തത്തില്ല, എനിക്കറിയാം ദൈവം അത്ഭുതം ചെയ്യും. ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്, അതിന് ഈ നെഗറ്റീവ്സിനെ നോക്കിക്കൊണ്ട് നമുക്ക് എത്ര പേർക്ക് നമ്മളോട് തന്നെ പ്രവചിക്കാൻ കഴിയില്ല. നമ്മുടെ ദൈവം ആ നെഗറ്റീവ്സിനേക്കാൾ വലിയവനാണ്. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും അസാധ്യമായിട്ടില്ല. ആ നെഗറ്റീവ് റിപ്പോർട്ട് പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഈ നെഗറ്റീവ് റിപ്പോർട്ട് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ ആ ഫാസ്റ്റിംഗ് പ്രയർ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പലർക്കും അറിയാം, ആ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമയത്ത് ഞങ്ങൾ പലതവണ മുമ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി പേര് അന്നാണ് ഈ ചർച്ചിൽ എനിക്ക് തോന്നുന്നത് കുറേ പേര് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് അമ്മമാരും ആന്റിമാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രെയർ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യണം, ഇങ്ങനെ പോരാ, നിങ്ങൾ ബിൽഡ് ചെയ്യണം, ദൈവത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര ഒരു പെയിൻ ആയിരുന്നു. മാർച്ച് മാസം ഞാൻ ഭയങ്കര വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കറിയാം ദൈവം അത്ഭുതം ചെയ്യും. മാർച്ച് മാസമായി, ഏപ്രിൽ മാസമായി. ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് വീക്കാകാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ സൽശാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഞങ്ങൾ ആ പുറകോട്ട് പോയ സമയത്ത് അച്ഛൻ ഞങ്ങൾ ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രെയർ ലൈഫിൽ ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. അന്നാണ് ഞങ്ങൾ സൽശാനിൽ നിന്ന് ഈ കവനന്റ് പ്രയറിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി കേൾക്കുന്നത്. കവനന്റ് പ്രയർ
എന്താ കവനന്റ് പ്രയർ? നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. God wants us to keep a covenant with him. And covenant എന്ന് പറയുന്നത് അതൊന്നും ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല. ഈ പഴയ കാലത്ത് നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉടമ്പടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി ചെയ്ത് ഒരു ഉടമ്പടി നമുക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കവനന്റ് പ്രയറിനെ പറ്റി സച്ചാൻ ഞങ്ങളോട് പറഞ്ഞു തന്നപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഒരു 20 minutes ദൈവസന്നിധിയിൽ 90 days ഒരു സെറ്റ് ടൈം വെച്ചിട്ട് ആ ടൈമിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് സംഭവിക്കുന്നത് മെയ് മാസം 1-ാം തീയതി ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ കവനന്റ് പ്രയർ മെയ് മാസം 1-ാം തീയതി കവനന്റ് പ്രയർ സ്റ്റാർട്ട് ചെയ്തു. മെയ് 20th ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇന്റർവ്യൂ വന്നു. ഞാൻ UK വന്നിട്ട് അന്ന് 2.5 years ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു അപ്രന്റീസ്ഷിപ്പ് കോഴ്സിന് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം, NHS വർക്ക് ചെയ്യുന്നവർക്ക് ഒരു അപ്രന്റീസ്ഷിപ്പ് കോഴ്സ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 3 years നിങ്ങൾ UK ഉണ്ടായിരിക്കണം. സോ ഞാൻ അപ്ലൈ ചെയ്തില്ല. ബട്ട് എൻ്റെ മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ബിക്കോസ് ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞു ഫൈൻ, ഞാൻ ട്രൈ ചെയ്തു. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇന്റർവ്യൂ വന്നു. ഇന്റർവ്യൂ ഞാൻ കൊടുത്തു. ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മറ്റേ മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി ക്രിസ്റ്റി, ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല നീ 3 years കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. സോ അതിൽ അപ്രന്റീസ്ഷിപ്പ് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എനിവേ വിൽ വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഈ ഇന്റർവ്യൂ നടത്തി ഈ പോസ്റ്റിലേക്ക് വരുന്നതിൻ്റെ മാനേജർ എന്നെ വിളിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്റ്റീന, your interview was so good, was very good. I was so impressed that ഞാൻ ആ ഹെഡിനോട് പോയി സംസാരിച്ച്, നീ ഇന്റർവ്യൂ തന്ന ദിവസം ഞാൻ ആ ഹെഡിനോട് സംസാരിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരു നോൺ അപ്രന്റീസ്ഷിപ്പ് റൂട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും നടക്കത്തില്ല എന്ന് ലോകം ചിലത് എഴുതി വെച്ചാലും ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും തടസ്സമാകത്തില്ല. ഇങ്ങനെ ഒരു നോൺ അപ്രന്റീസ്ഷിപ്പ് റൂട്ട് ഉണ്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം അത് എനിക്ക് വേണ്ടി അവിടെ തുറന്നു. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം അത് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദൈവം ആ ജോലി എനിക്ക് തന്നു. ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ആ പുതിയ ജോലിയിലേക്ക് എൻറ്റർ ചെയ്തു. ഇതുവരെ ഞാൻ UK വന്നിട്ട് 3 years കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ആമേൻ. അങ്ങനെ ഞങ്ങളുടെ കവനന്റ് പ്രയറിലെ ഫസ്റ്റ് മിറക്കിൾ ഞങ്ങൾക്ക് സംഭവിച്ചു. ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞപ്പോൾ അച്ചു എന്നെ ഒരു ദിവസം ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ വിളിക്കുക, ക്രിസ്റ്റി എനിക്കൊരു അബദ്ധം പറ്റി. എന്ത് പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഫെബ്രുവരി നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നിന്റെ ലൈസൻസ് തിയറി ടെസ്റ്റിന്റെ എക്സ്പയർ ആകുന്നതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വെറുതെ ഒരു ഡേറ്റ് എടുത്തായിരുന്നു. ആ ഡേറ്റ് നെക്സ്റ്റ് വീക്കാണ്. അപ്പം ആ ഡേറ്റിന് നമുക്ക് ടെസ്റ്റ് എഴുതേണ്ടി വരും. നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓക്കെ ആവുന്നേ, ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ നാട്ടിൽ ഓടിപ്പിച്ച ശീലമുണ്ട്, പക്ഷെ UK ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്തു? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ ഡേറ്റ്, പക്ഷെ എന്നെ ഓർപ്പിക്കണം. ഞങ്ങൾ 2 പേരും അത് മറന്നുപോയി. സോ തേഴ്സ്ഡേ, ഒരു ദിവസം തേഴ്സ്ഡേ, എനിക്ക് മൺഡേ ആണ് ടെസ്റ്റ്. തേഴ്സ്ഡേ ആയപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു, മൺഡേ ടെസ്റ്റാണ്, പ്രിപ്പയർഡ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള UK ഗവൺമെന്റിന്റെ ആ ഒരു ഇമെയിൽ വന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ ഡേറ്റ് മാറ്റി എടുത്തില്ലേ? അച്ഛൻ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി. ഞാനും പറഞ്ഞു, ഓക്കെ വേഗം മാറ്റാം. കയറി വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ 3 working days ഉണ്ടെങ്കിലാണ് നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ £60 നമ്മൾ പെനാൽറ്റി കൊടുക്കണം. അപ്പം അച്ഛനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും £60 കൊടുക്കണം, തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാം, എന്തായാലും കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം. ഞങ്ങൾ 2 കൂടെ വണ്ടി എടുത്തോണ്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു പോക്കറ്റ് റോഡിലോട്ട് പോയി. എനിക്ക് വണ്ടി സത്യം പറയട്ടെ ദൈവമക്കളെ, ഇവിടെ ദേവസ്വത്തിൽ നിന്ന് കളർ പറയേണ്ട കാര്യമില്ലല്ലോ. റൈറ്റിലോട്ട് തിരിച്ച വണ്ടി ലെഫ്റ്റ് ലൈനിലോട്ടൊക്കെ കയറിപ്പോയത്. ഭയങ്കര ടെൻഷൻ, ഭയങ്കര പാനിക്ക്. എനിക്ക് ഒരു മനുഷ്യനോട് ഇത് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി ഓടിക്കുക, ഞാൻ ലെഫ്റ്റിലിരുന്ന് നോക്കട്ടെ കുറച്ചു നേരം. സൈച്ചാനെ വിളിച്ചു പറഞ്ഞു, സൈച്ച എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് പറ്റുന്നില്ല വണ്ടി ഓടിക്കാൻ.
സൈറ്റാൻ പറഞ്ഞു ഞാനൊന്ന് വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്കൊന്ന് പോയി വണ്ടിയൊക്കെ ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാൻ ദിവസം നിന്നിട്ട് ഞാൻ ആ സമയത്ത് മുങ്ങി. സൈറ്റാനോട് പറഞ്ഞു വണ്ടിക്ക് പെട്രോൾ ഇല്ല, വണ്ടിയിൽ അതാണ്, എനിക്ക് മടിയാണ്, കാരണം എനിക്കറിയാം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഞായറാഴ്ച രാത്രി ദേവദാസന്മാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ദൈവത്തിന്റെ ഒരു ഫേവർ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൽ ഞാൻ കാര്യം പറയട്ടെ, ദൈവം ഒരുവനെ കണ്ടിട്ടാണെങ്കിൽ ഈ ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് നെഗറ്റീവ് ആണോ, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. നമ്മൾ പാടാറില്ലേ എൻ കഴിവല്ല, എന്റെ പ്രവൃത്തിയല്ല, എന്നാൽ എന്റെ യേശുവിന്റെ കൃപയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിറ്റേ ദിവസം മൺഡേ 8 മണിക്ക് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഏറ്റവും പീക്ക് ടൈം ആയിട്ടിരിക്കുക, ഏറ്റവും തിരക്കുള്ള സമയം. ചാടത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ അവിടെ ഇന്ന് വരെ പോയിട്ടില്ല, ഞാൻ ഇന്ന് വരെ വണ്ടി ഓടിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം കാറാണ്, കാരണം ഞാനൊരു ഡ്രൈവറുടെ കൂടെ വേറൊരു ലെസൺ എടുക്കാൻ പോയിട്ടില്ല. നമ്മുടെ സ്വന്തം വണ്ടി ഓടിച്ചോണ്ട് പോണം. അച്ഛൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ വണ്ടിയിൽ കയറിയ നിമിഷം തൊട്ട് പുള്ളി അവിടെ DVLയുടെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അന്യഭാഷ ദൈവസന്നിധി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഞാൻ ചെയ്യാൻ ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ ചെയ്തു. ഈവൻ ഞാൻ പറയട്ടെ, ഞാനൊരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തപ്പോ വണ്ടി പുറകോട്ട് വരെ പോയി, കാരണം ഗിയർ വീണില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ എന്റെ കയ്യിലോട്ട് ഒരു പേപ്പർ എഴുതി തന്നേക്കുക, യു ഹാവ് പാസ്ഡ് യുവർ ടെസ്റ്റ്. ആമേൻ. ഇവിടെ നിന്ന് ഞാൻ വെറുതെ പറയുവല്ല, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ഞാൻ മിസ്റ്റേക്ക് ചെയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ദൈവം നമുക്കൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ പിശാചിനോ മനുഷ്യർക്കോ നമുക്ക് തന്നെ അത് പറ്റത്തില്ല. നമ്മൾ എത്ര ചിന്തിച്ചാലും പിശാചിനും ഒരു മനുഷ്യർക്കോ ഈ ഭൂമിയിലുള്ളത് ഒന്നിനും നമ്മുടെ അനുഗ്രഹത്തിനെ തടസ്സം ചെയ്യുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ സെക്കൻഡ് മിറക്കിൾ അങ്ങനെ ജൂൺ 1-ാം തീയതി സംഭവിച്ചു. 90 days ഫാസ്റ്റിംഗ് പ്രയർ ആണ്, കവനന്റ് പ്രയർ ആണ്. ഫസ്റ്റ് 30 days ഒരു മിറക്കിൾ സംഭവിച്ചു, നെക്സ്റ്റ് 30 days ഒരു മിറക്കിൾ സംഭവിച്ചു. ഞാൻ അപ്പൊ സൈച്ചാനെ ടെക്സ്റ്റ് ചെയ്തു, സൈച്ച ഫസ്റ്റ് മിറക്കിൾ നടന്നു, സെക്കൻഡ് മിറക്കിൾ നടന്നു, തേർഡ് മിറക്കിൾ ഞാൻ പറയാം എനിക്ക് എന്നാ വേണ്ടേ, എനിക്ക് ഇതാ വേണ്ടേ. ഞാൻ മെസ്സേജ് അയച്ചു, തേർഡ് മിറക്കിൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത് സംഭവിക്കണം, അത് ഈ 90 days തീരുന്നതിന് മുന്നേ സംഭവിക്കണം. ഞങ്ങൾ വളരെയധികം പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. കവനന്റ് പ്രയർ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഇന്ന് ദേവസനത്തിൽ നിന്നോട് പറയാം, ഒരു തവണ ഞങ്ങൾ ഉറങ്ങിപ്പോയെങ്കിലും പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ ഞെട്ടി എഴുന്നേറ്റു. ഞങ്ങൾക്ക് കോൾ വന്നപ്പോഴേ ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം പോലും കവനന്റ് പ്രയർ മുടങ്ങാതെ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ ദേവദാസന്മാർ അതിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കമ്മിറ്റ് ചെയ്യണം. കാരണം കവനന്റ് പ്രയർ അത് ദൈവം ഏറ്റവും അധികമായി മിറക്കിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ കമ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻകറേജ് ചെയ്യുവാണ്. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം, അത്ഭുതം ചെയ്യണം. ജെനസിസ് ചാപ്റ്റർ 30:22 അതിൽ റേച്ചലിനെ പറ്റി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. റാഹേലിനെ ദൈവം ഓർത്തു, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവളുടെ ഗർഭം തുറന്നു. നിങ്ങൾക്കൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ അങ്ങനെ സംഭവിച്ചെങ്കിലും നവംബർ മാസം മുതൽ ഞങ്ങൾ എന്നൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, നവംബർ മാസം മുതൽ ഈ പറയുന്ന മെയ് വരെ എൻ്റെ ലൈഫിൽ ഒരു നോർമൽ സ്ത്രീയുടെ ലൈഫിൽ സംഭവിക്കേണ്ട ഫിസിക്കലായിട്ടുള്ള ആ ഒരു എല്ലാ മാസവും വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതെൻ്റെ ലൈഫിൽ നടന്നിട്ടില്ലായിരുന്നു. ഒരു 7 months എൻ്റെ ശരിക്കും ദൈവവചനത്തിനകത്ത് ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചു എന്ന് പറഞ്ഞ പോലെ ആ വചനം അങ്ങനെ എഴുതിയേക്കുന്നത് ദൈവം അടച്ചു എന്നാ പറഞ്ഞേ. അത് പിശാച് അടച്ചു എന്നല്ല, ദൈവം അടച്ചു. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അടയ്ക്കും. നമുക്ക് മനസ്സിലാവത്തില്ല, കർത്താവേ നീ എന്തിനാ എന്നോട് ഇത് ചെയ്യുന്നേ, ഞാൻ എന്ത് മിസ്റ്റേക്കാ കർത്താവേ ചെയ്തേ. ഞാൻ ദൈവസന്നിധി വരുന്നു, ഹന്ന ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവളുടെ ഗർഭത്തെ അടച്ചത് ദൈവമാണ്. അത് ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യാനുള്ളത് കൊണ്ടാണ്.
എന്റെ കാര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അന്ന് നവംബർ മാസം മുതൽ മെയ് മാസം വരെ എന്റെ ആ ഗർഭത്തെ അടച്ചത് എന്റെ ദൈവമാണ്. കാരണം കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. കർത്താവിന് എന്നെ ഈ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, ഈ സഭയിൽ വന്ന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവസന്നിധിയിൽ ഞങ്ങളെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് എന്നെ ഓർത്തു. എന്റെ പ്രാർത്ഥനയെ ദൈവം ഓർത്തു. നിങ്ങൾക്കൊരു കാര്യം പറയാമോ? ജൂൺ മാസം 21 രാത്രി ഞാൻ ഹൃദയം തകർന്നു. അന്ന് എനിക്ക് അറിയത്തില്ല, ഒരു നോർമൽ ഡേ ആയിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ നോൺ സ്റ്റോപ്പ് കരയുക ദൈവസന്നിധിയിൽ. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ മുറിയിൽ ഞാനൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. Prayer is the key to heaven, but faith unlocks the door. നമ്മുടെ ലൈഫിൽ ഫെയ്ത്തും പ്രേയറും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പ്രേയർ ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഫെയ്ത്ത് ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ യു നീഡ് ബോത്ത്. യു നീഡ് പ്രേയർ ആൻഡ് യു നീഡ് ഫെയ്ത്ത്. ഇത് രണ്ടും കൂടെയാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. സോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ ഫെയ്ത്ത് എൻ്റെ ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങി. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഈ വാക്യമാണ് ഇടപെട്ടത്. ദൈവം റാഹേലിനെ ഓർത്തു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്നെ നീ ഓർക്കണം. എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നീ ഓർക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഈ പ്രവാചകന്മാർ പ്രവചിക്കുന്നത് അവർ മനുഷ്യാത്മാവിനല്ല, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വാക്കുകളാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്നോട് ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂത് പറഞ്ഞ ദൈവദാസം പറഞ്ഞ് ഞാൻ നോക്കുന്നില്ല, പക്ഷെ അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഏറ്റെടുക്കുവാണ്. പരിശുദ്ധാത്മാവ് ആ വാക്ക് എൻ്റെ ഉള്ളിൽ ജീവനായിട്ട് വ്യാപരിപ്പിക്കണം. പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് രാത്രി ജൂഡത്തിന്റെ ജസ്റ്റിന്റെ വീട്ടിലാണ് ഉറങ്ങിയത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് ഞാൻ ജൂഡത്തിനോട് പറഞ്ഞു, ജൂഡത്തെ, എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ഒന്നുമില്ല, നെഗറ്റീവ്. ഓക്കെ, ഞാൻ ആ ഒരു ഷോക്കിൽ എൻ്റെ ഈ ടെസ്റ്റിംഗ് കിറ്റ് എൻ്റെ പോക്കറ്റിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഫ്രണ്ട് റൂമിലേക്ക് വന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക, TV ഓൺ ചെയ്തിട്ട് അന്ന് അവിടെ TV-യിലുള്ള ഒരു മെസ്സേജ് ഇട്ടേക്കുക, പ്ലേ ചെയ്തേക്കുക. കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു ബോധം വന്നു, ഞാനൊരു ടെസ്റ്റിംഗ് കിറ്റ് അല്ലേ എൻ്റെ പോക്കറ്റിൽ ഇട്ടത്, അൺഹൈജീനിക്. സോ ഞാൻ പെട്ടെന്ന് ആ ടെസ്റ്റിംഗ് കിറ്റ് എടുത്തിട്ട് കളയാൻ വേണ്ടി കയ്യിൽ എടുത്തപ്പോൾ ആ നെഗറ്റീവ് റിസൾട്ട് കണ്ട ടെസ്റ്റിംഗ് കിറ്റിൽ രണ്ടാമതൊരു ലൈൻ. ഞാൻ ഓടി ജൂഡത്തിന്റെ അടുത്ത് പോയി, കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ജൂഡത്തിനോട് ചോദിച്ചു, ജൂഡത്തെ, വാട്ട് യു തിങ്ക്, ഇതെന്താ ഇങ്ങനെ കാണിക്കണേ? ജൂഡത്ത് ഉറങ്ങുകയാണ്. ജൂഡത്ത് ഞെട്ടി എഴുന്നേച്ചിട്ട് ജൂഡത്ത് എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി, അത് പോസിറ്റീവാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വേറൊരു ടെസ്റ്റിംഗ് കിറ്റ് എടുത്തോണ്ടോ. സോ ഞാൻ രണ്ടാമത് ഒരെണ്ണം ചെക്ക് ചെയ്തു. എന്നിട്ട് വിശ്വാസം വരുന്നില്ല. മൂന്നാമത് ഒരെണ്ണം ചെക്ക് ചെയ്തു. അത് മറ്റേ ക്ലിയർ ബ്ലൂവിന്റെ ഒരു ടെസ്റ്റിംഗ് കിറ്റ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുക, pregnant 2 to 3 weeks. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ നോർമലായിട്ട് ഒന്നും നടക്കേണ്ട കാര്യമില്ല ദൈവത്തിന് വേണ്ടി അത്ഭുതം ചെയ്യാൻ. ആമേൻ. ഒരു നോർമൽ സംഭവിക്കാത്ത ഒരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കും? നമുക്ക് മറിയയുടെ കാര്യം അറിയാം, എലിസബത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ഡോക്ടർമാർ വിധി എഴുതിയ കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്തു എന്ന് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ആമേൻ. അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ 17 weeks ആയിട്ട് I am carrying that miracle in me. Amen. And all I can say is, ഞാൻ 4-5 മാസം മുമ്പ് എങ്ങനെയായിരുന്നു ആ വ്യക്തി അല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Because God chose me. ഞാൻ പിന്മാറിപ്പോയെങ്കിലും God's love brought me back. നമ്മൾ എത്ര ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കിയാലും കർത്താവിന് നിന്നെ കുറിച്ച് ഒരു കാര്യം, ഒരു പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട് അനുസരിച്ചാണ് എന്നോട് ഇത് പറയുന്നത്. ദൈവം മാതാപിതാക്കൾക്ക് അവർ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പേർപ്പസ് വെളിപ്പെടുത്തി കൊടുക്കും. എന്റെ മമ്മി
ഒരു ചാൻസും ഇല്ലാതിരുന്ന സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് തോന്നിയ ടൈമില് എന്റെ മമ്മി എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറയും, നീ ഇതല്ല, എനിക്കറിയാം ദൈവം നിന്നെ കുറിച്ച് ഇതല്ല വിചാരിക്കുന്ന മോനെ, നിന്നെ പറ്റിയുള്ള പേർപ്പസ് ഇതല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ മമ്മീനെ ഒത്തിരി വഴക്ക് പറയും. ഞാൻ പറയും, മമ്മിക്ക് ഭയങ്കര പൊട്ട ബുദ്ധിക്ക് തോന്നുന്ന ഇതൊക്കെ, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ എന്റെ മമ്മി ഒരു ദിവസം പോലും പിന്മാറിയില്ല കേട്ടോ. ഇന്നേ ദിവസം വരെ എന്റെ മമ്മി ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ്, ദൈവം എന്നെ ഇതുപോലെ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ കാര്യം. അതൊന്നും ഇല്ലാതിരുന്ന കാലത്താ, ഒരു ചാൻസസ് പോലും ഇല്ലാത്ത കാലത്താ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടെന്ന് എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞില്ല until yesterday. ഇന്നലെ ഞാനത് പറയുന്നത്. And I know she will be very happy. ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ അമ്മ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട് ഇന്ന് അച്ഛൻ ഇവിടെ ഇല്ലാത്തത്. കാരണം തനിക്ക് തന്നെ കുറിച്ചൊരു ഡ്രീമോ തന്നെ കുറിച്ചൊരു ഡിസയർ ഉള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മൊമെന്റ് ആയത് ഞങ്ങൾ ദൈവത്തിന്റെ നാമം ഉയർത്തുന്നത് കാണാൻ. എനിക്കറിയാം പുള്ളി ഫിസിക്കലി ഇവിടെ ഇല്ലെങ്കിലും പുള്ളിയുടെ മനസ്സും പ്രാർത്ഥനയെല്ലാം ഇന്നിവിടെ എന്നോട് കൂടെ ഉണ്ട്. ആമേൻ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയെ ഞാൻ ഒരു നിമിഷം ചോദിക്കുക. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഹോമില് ഒത്തിരി ഈ റൊട്ടേഷൻസിനെ പറ്റി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവർ സൺഡേ ഷിഫ്റ്റ്സ് ഒത്തിരി ഇടുന്നത് കൊണ്ട് മാറ്റാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി മനസ്സ് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സൺഡേ ഷിഫ്റ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രൊക്ലെയിം ചെയ്ത് പറയുകയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ഇനി ഒന്നും തടസ്സം നിൽക്കരുത്. ദൈവങ്ങളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസസും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ പാഴാക്കരുത്. ബിക്കോസ് ഇതിന്റെ ഒന്നും മഹത്വം നമുക്കിത് നഷ്ടപ്പെടുന്നവരെ മനസ്സിലാകത്തില്ല. നമുക്കത് ഇല്ലാതാവുന്ന നിമിഷം വരെ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറഞ്ഞ പോലെ വേറെ 1000 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മുടെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. അച്ഛന്റെ സാക്ഷി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ ജോലി പോയ കാര്യങ്ങളൊക്കെ. പക്ഷെ അദ്ദേഹം പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ജോലി നഷ്ടപ്പെട്ട സമയം, ഞാൻ ഈ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയാണ് അച്ഛന്റെ ജോലി നഷ്ടപ്പെടുന്നത്. ഒരു സന്തോഷം വന്നപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഏറ്റവും താഴത്തോട്ട് പോയി. എന്ത് ചെയ്യും എന്നറിയാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളോട് ഞങ്ങളുടെ ആ പഴയ മാനേജർ പറഞ്ഞു, നിങ്ങളൊരു പുതിയ ജോലി കണ്ടുപിടിക്കുന്ന വരെ ഞാൻ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പുതിയ ജോലി പോയി കണ്ടുപിടിക്കുക, എനിക്ക് നിന്നെ എംപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ജൂഡത്തിലും ജെസിലും ഒക്കെ നന്നായിട്ട് അറിയാം, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സ്നേഹ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അവരോട് ചോദിച്ചാൽ ഒരു കാലത്ത് അവർ നിങ്ങളോട് പറയും, ഈ കെയർ ഹോമില് ആർക്ക് ജോലി ഇല്ലെങ്കിലും ഡിജിറ്റലി ഇവിടെ ജോലി ഉണ്ടാവും. ബിക്കോസ് അത്രയും ക്ലോസ് അവിടുത്തെ മാനേജറുമായിട്ട്, ഇസ് വെരി ക്ലോസ്. ഈവൻ അദ്ദേഹത്തിന്റെ വീടിന്റെ വണ്ടിയുടെ താക്കോൽ വരെ അച്ഛന്റെ കയ്യിലുണ്ട്, ഒരു സ്പെയർ കീ. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരാൾക്ക് ജോലി പോകുന്നു. അത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഒന്നുമില്ല, ഒരു റീസണും ഇല്ല. അദ്ദേഹം ജോലിന് പിരിച്ചുവിട്ടതുമല്ല, ആ ഹോം അങ്ങ് ഷട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ അദ്ദേഹത്തിന് പുതിയ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനെ മാത്രം റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഭയങ്കര വിഷമിച്ചു ആ സമയങ്ങളിൽ. ഇതിന്റെ പോലും ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ല, കാരണം ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുവോ. അദ്ദേഹം പറഞ്ഞു, പുതിയ ജോലി കണ്ടുപിടിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്, പുതിയ ജോലി കണ്ടുപിടിച്ചാൽ മതി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആപ്ലിക്കേഷൻ ഇട്ടു. അങ്ങ് സ്കോട്ട്ലൻഡ് മുതൽ അങ്ങ് താഴെ ലണ്ടനിൽ കഴിഞ്ഞ് പോർട്സ്മൗത്ത്, ബോൺമൗത്ത് വരെ ആപ്ലിക്കേഷൻ ഇട്ടു. ഒറ്റ ഇന്റർവ്യൂ കോൾ വന്നില്ല. ഒരു ഇന്റർവ്യൂ കോള് എൻ്റെ അച്ഛന് വന്നില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫോൺ കോൾ അച്ഛൻ്റെ വരിക. അവിടുത്തെ ഒരു നേഴ്സ് ഫോൺ വിളിക്കുക. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഡിജിത്ത്, എനിക്കറിയാം നമ്മുടെ മാനേജർ നിന്നോട് പറഞ്ഞിട്ടുണ്ട് that he will not take the sponsorship away. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു ഇമെയിൽ ഈ ഹോമിന്റെ ഇമെയിൽ അഡ്രസ്സിൽ വന്നിട്ടുണ്ട്, നിന്റെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ചെയ്തു. യു ഓൺലി ഹാവ് 60 days. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ UK വിടണം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ജോലി കണ്ടുപിടിക്കണം. ഒറ്റ ഇന്റർവ്യൂ കോൾ വന്നില്ല.
60 ഡേയ്സേ ഉള്ളൂ. കർത്താവ് എന്ത് ചെയ്യും? ഒത്തിരി പേരോട് അന്വേഷിച്ചു, പൈസക്ക് ഒത്തിരി സ്ഥലത്ത് വിസയ്ക്ക് ചോദിച്ചു, കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ ജോലിയില്ല. ഇവിടെ ഇരിക്കുന്ന ചേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പലരെ കണ്ടു, അവർ പറഞ്ഞു വിസ തരാം, ഓക്കെ, ഒരു 10,000 pounds അല്ലെങ്കിൽ 7,500 ഒക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾ വിളിക്കാം. ആരും തിരിച്ചു വിളിച്ചില്ല. ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 60 ദിവസം തീരാൻ പിന്നെ ഇനി 4 weeks കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് അന്ന് രാത്രി സച്ചാൻ പ്രാർത്ഥിക്കുന്ന ഓർമ്മയുണ്ട്, കർത്താവേ ഇവരെ ഈ നാട്ടിൽ നിന്ന് വിടുന്നതിന് മുന്നേ നീ എന്നെ വിടണം, ഇങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ദൈവം നിങ്ങളെ ഉണ്ടല്ലോ, ഈ സാക്ഷി ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കർത്താവ് ചിലരെ ഒരുക്കണം. നമ്മുടെ ലൈഫിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നാളെ വേറെ ഒരാൾ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു മിറക്കിൾ ചെയ്യും എന്ന് പറയുവാൻ നിങ്ങളെ ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ഒന്നും വെറുതെ നടക്കുന്നതല്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമായിട്ടുള്ളതല്ല, അത് നമ്മുടെ സഹോദരങ്ങൾക്കും കൂടെ ഉള്ളതാണ്. നിങ്ങൾ എത്ര പേര് മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാവും? കർത്താവേ, അവനോന് വേണ്ടി എന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളിൽ ചിലരെ ഒരുക്കും. അതിനുള്ള മനസ്സ് ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നു. നോർത്ത് വെയിൽസ് ഫസ്റ്റ് ഇന്റർവ്യൂ പോവാ നോർത്ത് വെയിൽസ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, നോർത്ത് വെയിൽസ് ഇസ് ടു ഫാർ, ഞാനിപ്പോൾ പ്രഗ്നന്റ്, എനിക്ക് അച്ഛനെ വേണം, ഐ നീഡ് യുവർ ഹെൽപ്പ്. നോർത്ത് വെയിൽസ് വരെ എങ്ങനെ നമ്മൾ പോകുന്നത്? എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ദൈവം പുതിയ ജോലി തന്നു, എനിക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാൻ 4 ദിവസം അവിടെ പോയി ജോലി ചെയ്തിട്ട് ബാക്കി 3 ദിവസം നിന്റെ അടുത്ത് വന്നോളാം. അങ്ങനെയൊന്നും വിഷമിക്കില്ല, നമുക്കിപ്പോൾ വേണ്ടത് വിസയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീയാണ് എൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നത്, നീയാണ് എനിക്ക് ജോലിയും ലൈസൻസും തന്നത്. അങ്ങനാണെങ്കിൽ എൻ്റെ അച്ഛനെ എന്നെ മാറ്റാൻ ഒരിക്കലും നിന്റെ ഹീറോ ആവാൻ അത് വഴിയില്ല. ഞാൻ ഇത് അച്ഛനോട് പറഞ്ഞിട്ട് പുള്ളിക്ക് ആ ഒരു ഫെയ്ത്ത് വന്നില്ല കാര്യത്തിൽ. ഞാൻ കൂടെ പോയി. ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂവിന് ഞാൻ കൂടെ വരുവാ. അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ വരുന്നത്, നീ ഇപ്പൊ ട്രാവൽ ചെയ്യണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൂടെ വരും, കാരണം ഈ ജോലി അച്ഛന് കിട്ടില്ല. ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തിരിച്ചു വരുന്നതിന് മുന്നേ ദൈവം അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരും. കാരണം ഇത് ദൈവത്തിന്റെ ഹിതമല്ല, ദൈവം മറ്റൊരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടാണ് ഈ വഴി അടക്കിത്തോളൂ. അച്ഛൻ ഇന്റർവ്യൂവിൽ പോയി ആ മാനേജറിനും ഇതുപോലെ ഒരു അപ്രിസിയേഷൻ ആ പുള്ളിക്കാരുടെ കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ല. അത്രയും അപ്രിസിയേഷൻ. ഡിജിറ്റ്, ഐ ലവ് യുവർ ഇന്റർവ്യൂ, എനിക്ക് നിന്റെ പ്രൊഫൈൽ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് നിന്നെ പോലെ ഒരാളെ എവിടെ വേണ്ടേ, പക്ഷേ ഞാൻ ഈവനിങ് നിന്നെ വിളിക്കാം. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, നിങ്ങളുടെ ഫസ്റ്റ് ബേബിയാണ്, സോ എനിക്ക് 4 days നിങ്ങൾ കണ്ടിന്യൂസ് ഡ്യൂട്ടി തന്നാൽ ബാക്കി 3 ദിവസം ഐ ക്യാൻ ഗോ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹർ. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, എനിക്ക് ഈവനിങ് വിളിക്കാമെന്ന് പറഞ്ഞു. ഈവനിങ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കോളിന് വേണ്ടി. കോൾ വന്നു. പുള്ളിക്കാരി പറഞ്ഞു, I'm very happy to have met you, but I cannot offer you this job. അച്ഛൻ ഭയങ്കരമായിട്ട് തകർന്നു. എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് പണിയല്ലോ, ഞാനിത് പറയുകയും ചെയ്തു, ഈ മനുഷ്യന് ജോലിയും പോയി, വേറെ ജോലിയും കിട്ടിയില്ല, ഞാനിത് എന്ത് ചെയ്യും, പറഞ്ഞു പോയല്ലോ. ഞാനപ്പം കോളിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നിന്റെ വൈഫ് പ്രഗ്നന്റ് ആണല്ലേ നീ പറഞ്ഞേ, you know what, you should take care of her. എൻ്റെ ബ്രദറിന് ഇവിടെ സ്റ്റോക്ക് പോർട്ടിലൊരു കെയർ ഹോം ഉണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പോവാ, നീ അവിടെ പോയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുക, ആൻഡ് let's see what he will do. അച്ഛനോട് പറഞ്ഞു, തിങ്കളാഴ്ച പോയി സ്റ്റോക്ക് പോർട്ടിൽ പോയിട്ട് ആ ഹോമിലെ മാനേജറിനെ കാണാൻ പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, അവൾ ഓൾറെഡി നിന്റെ ഇന്റർവ്യൂ പേപ്പേഴ്സ് വരെ എനിക്ക് തന്നിട്ടുണ്ട്, I don't want to take another interview, you are offered this job. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒറ്റ സ്പോൺസർഷിപ്പ് ഉള്ള വ്യക്തി പോലും ഇല്ല. എൻ്റെ അച്ഛനെ ഇപ്പൊ അവിടുത്തെ ഫസ്റ്റ് സ്പോൺസേർഡ് എംപ്ലോയി. ഇന്ന് ദൈവത്തെ അവിടെ ആ 4 ആഴ്ചയും കൂടെ ബാക്കിയുള്ളപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ഒരു ചേഞ്ചസും ഇല്ലാതെ വിത്തിൻ വീക്സ് പുതിയ വിസ വന്ന് ഇന്ന് എൻ്റെ അച്ഛൻ പുതിയ വിസയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക.
പക്ഷേ ആ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്നും പറയില്ല പ്രാർത്ഥിക്കാതിരിക്കില്ലെന്ന്. കാരണം പ്രാർത്ഥിക്കണം. ദൈവത്തെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു ജോലി വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രാജ്യത്ത് നിൽക്കേണ്ട. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്ത് ഒരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ദൈവമക്കൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അത്ഭുതങ്ങളൊക്കെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നോട്ടെ. ഇന്ന് ദൈവം എനിക്ക് നിങ്ങളോട് പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് ആർക്കെങ്കിലും വായിക്കാമോ? ജസ്റ്റ് ഒരു 2 minutes കൂടെ ഫാസ്റ്റ്. മത്തായി 25-ന്റെ 6-ാം അധ്യായം 6-ാം വാക്യം. അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവില്ലെന്ന് ആർപ്പുവിളി ഉണ്ടായി. ദൈവമക്കളെ, ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവവചനം അടച്ചു വെക്കാം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്തിനാ ദൈവം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നേ? എന്തിനാ നമ്മളെല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നേ? കർത്താവ് എന്തിനാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുന്നേ? ഇങ്ങനെയൊക്കെ മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? ദൈവം നമ്മളെ എന്തിനാ വിളിച്ചു വരുത്തിയേ? എന്തിനാ തന്റെ പുത്രനെ തന്ന് നമ്മളെ വീണ്ടെടുത്ത് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്താ? നമ്മുടെ ലൈഫിന്റെ ലക്ഷ്യം എന്താ? നമ്മളിങ്ങനെ വെറുതെ ജീവിക്കാനാണോ? ഒരു ഭവനം മേടിച്ച് UK ഒരു നല്ല ജോലി കിട്ടി ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുത്തോണ്ടായോ? നമ്മുടെ അൾട്ടിമേറ്റ് ജോലി, നമ്മുടെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്താ? ദൈവം നമ്മളെ എന്തിനാ വിളിച്ചേക്കുന്നേ? നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ മണവാളം വരുന്നു. ഹല്ലേലൂയ! നമ്മുടെ മണവാളം വരുന്നു. ഇത് എത്ര പേര് എല്ലാ ദിവസവും ഓർക്കാറുണ്ട്? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് എന്താ? കർത്താവേ, നീ രാത്രി വന്നില്ല, രാവിലെയായി, ഇന്ന് നീ വരുമോ? ഇന്ന് നീ വരുമ്പോൾ ഞാൻ റെഡിയാണോ? ഞാൻ എത്രത്തോളം ദൈവസന്നിധിയിലെ ദൈവത്തിന്റെ വരവിന് വേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നുണ്ട്? ഒരു ഭൂമിയിലെ മണവാളിന് വേണ്ടി ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്തോരം ഒരുങ്ങും? രാവിലെ എത്ര മണിക്കൂറാണ് നമ്മള് മേക്കപ്പിനും ഡ്രസ്സിങ്ങിനും വേണ്ടി ചെലവാക്കുന്നത്? അല്ലെങ്കിൽ ആ ഭർത്താവിനെ കാണാൻ ഒരു ഭാര്യ തന്നെ എന്തോരം ഒരുക്കുന്നുണ്ട്? അത് ഡെയിലി പ്രിപ്പറേഷൻസാ, ഡെയിലി പ്രിപ്പറേഷൻസ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ആത്മമണവാളിനെ കാണാൻ വേണ്ടി ഒരുക്കമുള്ളവരാണ്? എവറി ഡേ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ഞായറാഴ്ച ദൈവസന്നിധി വരുമ്പോൾ മാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും കണ്ണു തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒറ്റ ചിന്തയെ കാണാവുള്ളൂ, എന്റെ മണവാളം വരുന്നുണ്ട്, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ, ഞാൻ എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? ഇവിടെ ദേവദാസന്മാരെല്ലാം ഞായറാഴ്ച നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? ദൈവത്തിന്റെ വരവ്, കർത്താവിന്റെ വരവ് അത് ഏറ്റവും അടുത്തിരിക്കുക, അത് ഏറ്റവും അടുത്തിരിക്കുക. ദൈവമക്കളെ, ഈ കറക്ഷൻസും ഈ പ്രസംഗങ്ങളും ഈ കാര്യങ്ങളും എല്ലാം അത് കർത്താവിന്റെ വരവിന് നിങ്ങൾ ഒരുക്കുന്നതായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവമക്കളെ, എല്ലാ ദിവസവും ഇനി മുതൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത അതായിരിക്കണം, എന്റെ അപ്പ നിന്നെ കാണാൻ ഞാൻ എന്നെ തന്നെ റെഡിയാക്കിയേക്കുക. കർത്താവേ, എനിക്ക് കൈവിടപ്പെട്ട് പോവണ്ട. അങ്ങ് വരുമ്പോൾ അങ്ങയോട് ചേരുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവമേ, ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുക. കർത്താവേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ, അങ്ങയുടെ വരവിനായിട്ട് എന്നെ ഒരുക്കണമേ. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു 2 ലൈൻസ് ദൈവസന്നിധിയിൽ നമുക്ക് ഒരു പാട്ട് പാടി ആ ആത്മമണവാളനെ കാണും എന്ന പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പാടുവാൻ കഴിയാമോ? ഹല്ലേലൂയ. ലോകേ